75,000 രൂപയാണ് അവൻ്റെ ശമ്പളം, ഏറ്റവും ചെറിയ ശമ്പളം, അതായത് കുറഞ്ഞത്. കാരണം ഓൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കമ്മീഷൻ ബേസും ഒക്കെ ആണ്. അപ്പോൾ അതിൽ ഓന് 75,000 പോലും ഓന് തികയില്ല മാസാവസാനം. എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും കുടുംബം അനുഭവിച്ച സംഭവം. റോഷൻ്റെ എണ്ണത്തെ സാലറി ഉണ്ട് ഞങ്ങളോട് പറയലില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. പക്ഷെ ഞങ്ങളെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിന് കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം 2 മാസം. ഒരു വർഷം 2 മാസം. ഞാൻ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം, എൻ്റെ കക്കോടി ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല, എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നുണ്ട്, ഞായറാഴ്ച ആയാലും. അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തം ഫീസൊക്കെ കണ്ടെത്തില്ല. എൻ്റെ ചേച്ചി ഈ ഇക്രയിൽ ജോലിക്ക് കയറിയിട്ട് 3 വർഷമായി. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ വിളിക്കുക, അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അതിനും സങ്കടം. ഈ സ്വന്തം ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ അർജുൻ്റെ ചെലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക. എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും? ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം, ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുക, ഞങ്ങളെ ജീവൻ എനിക്കും സഹിക്കാൻ പറ്റില്ല. എന്നോട് എൻ്റെ കമൻറ്റുകൾ വരുന്നത് ഞാൻ കാണലുണ്ട്, അനി എത്ര വല്ലായിട്ട് ഒരു പണിക്ക് പോകുന്നില്ല, കുടുംബത്തിൽ ഏട്ടൻ്റെ ചെലവിൽ ഇങ്ങനെ കഴിയാൻ ഓനൊരു നാണല്ലേ. ഞാൻ എൻ്റെ കാണലുണ്ട്, ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരുന്നത് നോക്കിയിട്ട്. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അടിയിൽ അതൊരു ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ അകപ്പെട്ട് മരിച്ച അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കുടുംബം വാർത്താ സമ്മേളനവും നടത്തി. കോഴിക്കോട് വസതിയിൽ വെച്ചായിരുന്നു കുടുംബം മാധ്യമങ്ങളെ കണ്ടത്. തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വർ മാൽപ്പിക്കുമെല്ലാം കുടുംബം നന്ദി അറിയിച്ചു. അതേസമയം ലോറി ഉടമ മനാഫിനെതിരെയും കുടുംബം രംഗത്തെത്തി. അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മനാഫ് കള്ളപ്രചരണം നടത്തുകയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടുവെന്നും കുടുംബം പറയുകയാണ്. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്ന് മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത്. കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങളും ഉണ്ടാകുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്. ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു. MK രാഘവൻ MP, KC വേണുഗോപാൽ MP, AKM അഷറഫ് MLA, കാർവാർ MLA സതീഷ് സെയ്ഫ്, മറ്റ് MLA മാർ, ജനപ്രതിനിധികൾ, ഈശ്വർ മാൽപ്പ, ലോറി ഉടമ മനാഫ്, RC ഉടമ മുബീന് എന്നിവരെല്ലാം നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ പുഴയിലെ തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു. ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനുൾപ്പെടെ കാലതാമസം ഉണ്ടായെങ്കിലും കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. KC വേണുഗോപാലിനെ നേരിട്ട് ബന്ധപ്പെട്ടാണ് തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നുള്ള ഉറപ്പ് ലഭിച്ചത്. തുടർന്നാണ് 2ാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചത്. നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തിരച്ചിൽ മാത്രമാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം 5 നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിക്കുന്നു. ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് കുടുംബം വ്യക്തമാക്കുകയാണ്. ഈ വ്യക്തിയുടെ കൂടെ വന്ന സംഘം 2,000 രൂപ തന്നുവെന്നും അതും പ്രചരിക്കുകയാണ്. അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു, അത് നന്നാക്കിയത് മനാഫാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. അത് യൂട്യൂബിലൂടെ പ്രചരിക്കുകയാണ്. ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത്, ഇനിയും ഇത് തുടർന്നാൽ പ്രതികരിക്കും. തിരച്ചിൽ ഘട്ടത്തിൽ അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു. അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത്. മാൽപ്പയും മനാഫും നാടകം കളിച്ചു. തുടർന്ന് ആദ്യത്തെ 2 ദിവസം നഷ്ടമായി. MLA-ക്കും SP-ക്കും കാര്യം ഇത് മനസ്സിലായി. മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച. ഇതെല്ലാം ഈശ്വർ മാൽപ്പി നടത്തിയ നാടകമാണെന്ന് ജിതിൻ ആരോപിക്കുകയാണ്. അർജുന്റെ പിതാവ് പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ എന്നിവരും ജിതിനോടൊപ്പം ഉണ്ടായിരുന്നു. അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായിട്ടാണ് കുടുംബം മാധ്യമങ്ങളെ കണ്ടത്.